മഞ്ചാടിക്കുന്ന് ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ വഴിയോരത്ത് ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്നയാളാണ് ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ ചേട്ടന്റെ ചായക്ക് നല്ല സ്വാദാണ്. പക്ഷേ കടയിൽ കാര്യമായി തിരക്കില്ല. തൊട്ടടുത്ത് പട്ടണത്തിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് കാത്തു നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസമായിരുന്നു ആ കട. ചേട്ടൻ രാവിലെ 5 മണിക്ക് കട തുറക്കും. കട്ടൻ ചായയും പഴംപൊരിയും പരിപ്പുവടയും അത്ര തന്നെ. ഗോപാലൻ ചേട്ടന്റെ വരുമാനം അന്നന്നത്തെ ചിലവിന് കഷ്ടിച്ച് തികയും. ഒരു ദിവസം ഗോപാലൻ ചേട്ടൻ പതിവ് പോലെ കടയിലിരുന്ന് ദൂരേക്ക് നോക്കുകയായിരുന്നു. പട്ടണത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ബാഗും ചുമലിലിട്ട് ബസ് കാത്തു നിൽക്കുന്നു. സമയം 7 മണി. ആ ചെറുപ്പക്കാരൻ ആകപ്പാടെ ക്ഷീണിതനാണ്. അയാൾ ഗോപാലൻ ചേട്ടന്റെ കടയിലേക്ക് വന്ന് ഒരു ചായ പറഞ്ഞു. ചേട്ടാ, ഒരു ചായ. പക്ഷേ വിശക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? ഗോപാലൻ ചേട്ടന്റെ കയ്യിൽ അപ്പോൾ കടികൾ തീർന്നിരുന്നു. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. മോനെ, കടികൾ തീർന്നുപോയി. പക്ഷേ 1 മിനിറ്റ് കാത്തു നിൽക്കാമോ? ഞാൻ വേറെന്തെങ്കിലും തരാം. അയാൾ ആകാംക്ഷയോടെ തലയാട്ടി. ഗോപാലൻ ചേട്ടൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ചൂടുള്ള കുറച്ച് കപ്പലണ്ടി എടുത്തു. കുറച്ച് ശർക്കര എടുത്ത് പൊടിച്ച് കപ്പലണ്ടിയിൽ ചേർത്തു. എന്നിട്ട് രണ്ടും കൂടി ഒന്നിച്ച് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് ചെറുപ്പക്കാരന് കൊടുത്തു. ഇതൊന്ന് കഴിച്ചു നോക്കൂ. അമ്മ ഉണ്ടാക്കി തരുന്ന പോലെയുള്ള ഒരു വിഭവമാണ്, ഗോപാലൻ ചേട്ടൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ അത് വാങ്ങി കഴിച്ചു. ആ ചൂടുള്ള മധുരമുള്ള ഉപ്പിൻ്റെ നേരിയ രുചിയുള്ള കപ്പലണ്ടി മിഠായി അയാളെ വല്ലാതെ ആകർഷിച്ചു. അയാൾ ചോദിച്ചു, ആഹാ, ഇതെന്തൊരു രുചിയാണ്. എനിക്കിത് കുറച്ചുകൂടി വേണം ചേട്ടാ. ആ ഒരു നിമിഷമാണ് ഗോപാലൻ ചേട്ടൻ്റെ മനസ്സിൽ ആ ഒറ്റ ആശയം മിന്നിയത്. എന്തിനാണ് ഞാൻ പതിവ് കടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? ആളുകൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ നാട്ടറിവുള്ള ഇതുപോലുള്ള ഏതെങ്കിലും കൊടുത്താലെന്താ? അടുത്ത ദിവസം മുതൽ ഗോപാലൻ ചേട്ടൻ ആ ചെറിയ മാറ്റം കൊണ്ടുവന്നു. കടയുടെ ബോർഡിന് താഴെ ഒരു പുതിയ ബോർഡ് കൂടി വെച്ചു. ചൂടുള്ള ശർക്കര കപ്പലണ്ടി. തുടക്കത്തിൽ ആളുകൾ സംശയിച്ചു. എങ്കിലും ഒരാൾ വാങ്ങിക്കഴിച്ചു. രുചി ഇഷ്ടപ്പെട്ടു. ബസ് യാത്രക്കാരാണ് പ്രധാനമായും ഉപഭോക്താക്കൾ. ദൂരയാത്രക്കാർക്ക് പെട്ടെന്ന് വായിലിട്ട് ഇറക്കാൻ പറ്റുന്ന ചായയുടെ കൂടെ ചേരുന്ന അധികം എണ്ണയില്ലാത്ത ഈ വിഭവം പുതിയൊരു അനുഭവമായി. ക്രമേണ ചെറിയ കട പലരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ആളുകൾ ചായ കുടിക്കാനായി മാത്രമല്ല, ആ കപ്പലണ്ടി മിഠായി വാങ്ങാനായി മാത്രം വരാൻ തുടങ്ങി. ഗോപാലൻ ചേട്ടന്റെ കഥ നാടാകെ പരന്നു. മഞ്ചാടിക്കുന്നിലെ കപ്പലണ്ടി മിഠായി എന്ന് കേട്ടാൽ അറിയാത്തവർ കുറവായി. വരുമാനം പതിയെ ഉയർന്നു. പിന്നെയും ഉയർന്നു. 1 വർഷം കഴിയുമ്പോൾ ഗോപാലൻ ചേട്ടൻ കട വികസിപ്പിച്ചു. വെറും ചായക്കടയായിരുന്ന ഇടം ഇന്ന് ഗോപാലൻ ബേക്കറി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സ്ഥാപനമായി മാറി. ഒരു കപ്പലണ്ടിക്ക് ശർക്കര കൂട്ടിയ ഒരു ചെറിയ ചിന്ത. അതാണ് ഗോപാലൻ ചേട്ടന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പുതിയതൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഉള്ള സാധനങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. ബിസിനസ് പാഠം ഇതാണ്. പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തായിരിക്കും വലിയ അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഒരു ചെറിയ മാറ്റം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു ഒറ്റ ആശയം, അത് മതി നമ്മുടെ സംരംഭത്തിൻ്റെ തലവര മാറ്റി വരയ്ക്കാൻ. വലിയ സാങ്കേതിക വിദ്യകളോ വലിയ മുതൽ മുടക്കോ വേണ്ട. ഒരു നല്ല ചിന്ത മതി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഗോപാലൻ ചേട്ടൻ്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ചിന്തയും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.